ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ വന്നിരിക്കുക കേട്ടോ. ഒക്കെ ഇച്ചിരി കുറവാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര മഴക്കാറുണ്ട്, എനിക്ക് മഴ പെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും ഇച്ചിരി ക്ലാരിറ്റി കുറവാണല്ലോ എടുത്തേക്കാന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോഴേ അപ്പയ്ക്ക് ഇച്ചിരി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. മുളകും അതുപോലെ തന്നെ പയറും വെണ്ടയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ. അത് അപ്പ കുറച്ചാളായിട്ട് ഇച്ചിരി ഉഷാറില്ല, അത് കാരണം എല്ലാം നിർത്തി വെച്ചിരിക്കുവോ, എല്ലാം താഴത്തോട്ടാക്കി. കുറച്ചൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് ഒരു കാര്യം കൊണ്ടുപോകാനും കൂടെ ഉണ്ട്, അതുകൂടെ നിങ്ങളെ കാണിക്കാം. ബാ. ഇത് കാണുമ്പോഴേ ഇതിലെന്താ ഇത്ര കാണാനിരിക്കുന്നതെന്ന് വിചാരിക്കരുതേ. ഇത് ഒരു 5 സെൻറ്റ് സ്ഥലത്തിനകത്ത് വീടും കഴിച്ച് മിറ്റവും കഴിച്ച് ബാക്കി പുറകിലുള്ള ഒരു ഇച്ചിരി സ്ഥലത്താണ് ഈ നട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതേ അപ്പയുടെ കൃഷിയാണേ. കണ്ടോ, ഒരു കുമ്പളങ്ങ ഉണ്ടായി നിൽക്കുന്നു. കണ്ടോ, ഒരു ചെറിയ കുമ്പളങ്ങ. ഞാനത് തൊടുന്നില്ല, തൊട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാണാമല്ലോ അല്ലേ? ഇതേ നേരത്തെ ഇഷ്ടം പോലെ കുമ്പളങ്ങയൊക്കെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ പക്ഷേ കുറവാണ്. ഇതേ അതിനൊക്കെ കരിവേപ്പ് കണ്ടോ, ഇതേ കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം അത് കുറേശ്ശെ എന്തോ പുഴു പോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെട്ടിക്കളയാൻ പോവാന്ന് പറഞ്ഞു. അതെ, അതിനൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ, ഒരു കരിവേപ്പ് കണ്ടത്. ഇത് കണ്ടോ കണ്ടോ. അതുപോലെ തന്നെ ഒരു റംബുട്ടാൻ്റെ മരമുണ്ട്. അതുപോലെ ഇതേ കണ്ടോ, ഒരാളിനെ കണ്ടോ, നാണു എന്നാട്ടോ അവൻ്റെ പേര്. ഇതേ കമ്പിളി നാരങ്ങയൊക്കെ നിൽക്കുന്നത് കണ്ടോ, ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. താഴെയൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ ഒരു പപ്പരയ്ക്ക, ഒരു കുഞ്ഞി ചെറിയ പപ്പരയ്ക്ക അതിൽ ഉണ്ടായിരിക്കുന്നത് കണ്ടോ. താഴെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ ചെറിയ പപ്പരയ്ക്കാണ്. ഇവരൊക്കെ ടൗണിൽ താമസിക്കുന്നതാണ്. അപ്പോൾ ആകപ്പാടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതിനകത്ത് ഇരുന്നുണ്ടോ ഇതെല്ലാം നടുന്നതൊക്കെ. ഇതേ കണ്ടോ, ഇവിടെ കണ്ടോ ചെറിയതായിട്ടുണ്ടായി നിൽക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ദേ ഇതറിയാമല്ലോ അല്ലേ എന്തുവാണെന്ന്? രമ്പ, നമ്മുടെ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന ബിരിയാണി ഇലയില്ലേ, രമ്പ ഇല, അതാണ്. ഇത് ഒരെണ്ണത്തിന് 5 രൂപയൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ ഇലയ്ക്ക് ഒരു ഇലയ്ക്ക് 5 രൂപയാണ് നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ ചെന്നാലെന്നാണ് പറയുന്നത്. അപ്പം അതും ഇവിടെ ഉണ്ട് കേട്ടോ. അത് വീട്ടിലും ഉണ്ട്, പക്ഷേ അത് എന്നെ പടർന്ന് നിന്നിട്ട് ഞാൻ ഈയിടെ കുറേ പറിച്ചു കളഞ്ഞു. അപ്പോൾ അതേ ബിരിയാണി ഇലയുണ്ട് കണ്ടോ. ഇതേ പേരയൊക്കെ ഉണ്ട് കണ്ടോ. അതെ വലിയ പേര ഉണ്ടാകുന്നതാണ്. ഇത് റാത്തല് പേരയില്ലേ, മറ്റേ കിലോ പേര എന്നൊക്കെ പറയുന്നത്, അതുണ്ടാകുന്നതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് കായൊന്നും വലുതായി നിൽപ്പില്ല. കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു, ഒരാഴ്ച മുമ്പ് വരെ ഉണ്ടാകും. പക്ഷെ ഇപ്പം എല്ലാം പറിച്ച് തീർന്നു. അതുപോലെ എല്ലാം നട്ടിട്ടുണ്ട് കണ്ടോ. അതേ കുറ്റിമുല്ലയുണ്ട്. അതുപോലെ തന്നെ മാങ്ങായിഞ്ചി ഉണ്ട് കണ്ടോ. അതേ ഇത് മാങ്ങായിഞ്ചിയാണ്. അതേ ഇത് കണ്ടത്, ഇത് മാങ്ങായിഞ്ചിയാണ്. ഇത് അതുപോലെ ദേ ഇത് കണ്ടോ, നീല ശംഖുപുഷ്പം. അപ്പം ഇവിടെ വല്ല പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ദേ പാചകത്തിന് ഈ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ശംഖുപുഷ്പമൊക്കെ ഇട്ടൊക്കെ കളറൊക്കെ വരുത്തത്തില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് നട്ടു വെച്ചിരിക്കുന്നത് കേട്ടോ, നീല ശംഖുപുഷ്പം. ഇപ്പം ഇത് ഈ സമയം അതിന് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നതാണ്, നന്നായിട്ട് നിന്നിരുന്നതാണ്. അത് തന്നെ ഈ ശംഖുപുഷ്പം കണ്ടോ, കുറ്റിച്ചെടി പോലെ വളർത്തിയിരിക്കുന്നത്, പടർത്തി കയറ്റിയിട്ടില്ല കണ്ടോ. അതുപോലെ തന്നെ ദേ ചീര, ചെറിയ വെള്ള ചീര കണ്ടോ. ഇത് പാൽച്ചീരയാണ് കണ്ടോ. ഇതിൻ്റെ തണ്ടൊക്കെ കണ്ടോ, നല്ല വെളുത്ത കളറില് കണ്ടോ. പിന്നെ മുളകൊക്കെ നട്ടിട്ടുണ്ട്. ചെടിച്ചട്ടിക്കകത്തല്ല നട്ടിരിക്കുന്നത് കണ്ടോ. എല്ലാം ഉണ്ട്. അപ്പോഴേക്ക് ആവശ്യത്തിനുള്ള മുളകൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ ദേ വയലറ്റ് പേര, ഇത് നട്ട് വെച്ചിട്ടേ അല്ലേ, ഇനിയിപ്പോൾ അതൊന്ന് റെഡിയായി വരണം. അതുപോലെ ദേ ആത്ത. അതുപോലെ ദേ ഇത് കാണാവോ, ദേ ഇത് കണ്ടോ. ഇത് എന്തോ എൻ്റെ വായിലിപ്പം മതില്ല, കറുവപ്പട്ടയുടെ മരമാണ്. ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പേ ലീഫ് ഇടാറില്ലേ, ഇവിടെ സുഖമായിട്ട് അന്ന് പറിച്ചെടുത്ത് അങ്ങോട്ട് ഇട്ടാൽ മതി കണ്ടോ. ഇതുണ്ട്. എന്തൊരു മണമാണെന്നറിയോ, എനിക്കിത് കണ്ടോ പറഞ്ഞാൽ നമുക്ക് കടിച്ചു തിന്നാൻ തോന്നുന്നു. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക രുചിയും മണമൊക്കെ അല്ലേ. കാണുവേ ഡാ, അവൻ ബിരിയാണി കഴിക്കുമായിരുന്നു കേട്ടോ. ഇന്ന് ബിരിയാണിയായിരുന്നു അവന് കൊടുത്തത്. അവന് അപ്പം കൊച്ചിലേ കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങിയത് കേട്ടോ. ഒരു കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 8 വയസ്സുണ്ട് അവന് കണ്ടോ. എപ്പോഴും എല്ലാവരെയും കണ്ടാൽ ഭയങ്കര കുരയാണ് കേട്ടോ. ഇപ്പം നമ്മളെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് അവന് വലിയ കുരയ്ക്കാനൊന്നും വരാത്തത്. ഇപ്പം മിക്കവാറും ഒരു വഴക്ക് നടക്കുന്നതേ കണ്ടോ. അകത്തൊന്ന് പൂച്ച ഇല്ലേ, ആ നാണുവിൻ്റെ ഫ്രണ്ടാണെന്നത്. അപ്പോൾ പിന്നെ നാണു അതിനെയൊന്നും ചെയ്യത്തില്ല കണ്ടോ. ആ കണ്ടോ, അതും ചെന്നിട്ടുണ്ട്. അപ്പം നാണുവിനെ കുളിപ്പിക്കുന്ന തോർത്തൊക്കെയാണെന്നത്. അവൻ ഇവിടുത്തെ ഒരു അംഗത്തിനെ പോലെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കാണിക്കാൻ വന്ന വേറൊരു കാര്യം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ചീരച്ചേമ്പ്. ഞാൻ എന്നും എന്നോട് അപ്പം പറയും കേട്ടോ, ചീരച്ചേമ്പ് ഉണ്ട് നിനക്ക് തരാന്നൊക്കെ പറയുവേ എന്ന് പറയും. ഞാനപ്പം മറന്നു പോകും, ഞാനങ്ങ് പോവേ. പക്ഷെ ഇന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാനത് ഓർത്തിരുന്നു കേട്ടോ. ഞാനിന്ന് ചീരച്ചേമ്പ് കൊണ്ടുപോയേ പറ്റത്തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു.
അന്നേരം പിന്നെ ഞങ്ങൾ ഇത് പറിച്ചുകൊണ്ട് വന്നതാ കേട്ടോ. ഇതേ ഇതാണ് ചീരച്ചേമ്പ്. അപ്പം ഞാൻ വീഡിയോയ്ക്കകത്തൊക്കെ പലരും വീഡിയോ ഇടുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ, ചീരച്ചേമ്പ് തോരൻ വെക്കുന്നതൊക്കെ. അപ്പം ഞാനും ചീരച്ചേമ്പ് ഒരു പ്രാവശ്യം നട്ടതാണ്. പക്ഷെ അത് പിടിച്ചു വന്നിട്ട് അതങ്ങ് പോയി. അപ്പം എനിക്ക് പിന്നെ അത് തോരനുണ്ടാക്കാനുള്ള ഒന്നും കിട്ടിയില്ല. അപ്പോൾ ചെറിയ തണ്ടായിട്ട് കിളിച്ചു വന്നിട്ടൊക്കെ പോകുമായിരുന്നേ. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ തൈയുണ്ട് കണ്ടോ, അതേ ചുവട്ടിൽ തൈയും നിൽപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു തൈയും കൊണ്ടുപോകണം. ഇതേന്ന് ഈ ചീരച്ചേമ്പും ഇതിൻ്റെ ഇലയും തണ്ടും കൂടെ 2-3 കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോൾ നമുക്കതൊന്ന് പറിച്ചെടുക്കാം. ഒന്ന് കണ്ടിച്ചെടുത്തിട്ട് ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ പിന്നെ ഇടാം കേട്ടോ. ഇത് കണ്ടോ, ഈ ചീരച്ചേമ്പിൻ്റെ പുറകിൽ കണ്ടോ, ഇത് ഇങ്ങനെ ഒരു കണ്ടോ, ഇങ്ങനെ ഒരു വട്ടം പോലെ വന്നിട്ട് ഒരു ദ്വാരം പോലെയുണ്ട് കണ്ടോ. ചീരച്ചേമ്പിന് ഇങ്ങനെ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു, ഇത് പുതിയ ഒരു അറിവ് അപ്പം ഇപ്പോൾ പറഞ്ഞു തന്നാ കേട്ടോ. ഇത് കണ്ടോ, അത് ഇതിൻ്റെയൊക്കെ ഇലയുടെ അടിയിൽ ഇങ്ങനെ ഉണ്ട് കണ്ടോ. ഇത് അപ്പയുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഇടുക്കിയിലെങ്ങാണ്ട് പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന് നട്ടതാണെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ചോട്ടിൽ ഈ ഇലയുടെ അടിയിൽ ഇത് ഇങ്ങനെയുണ്ട്. ഈ ചീരച്ചേമ്പിന് ഇതിൻ്റെ തണ്ടിൻ്റെ കളർ കണ്ടോ, ഒരു ലൈറ്റ് വൈറ്റ് കളറാണ്. സാധാരണ ചേമ്പിൻ്റെ പോലത്തെ കളറല്ല കണ്ടോ, ഒരു ലൈറ്റ് കളറിൽ. എന്നിട്ട് ഇങ്ങനെ പൊടിയുണ്ട്, അതേ കണ്ടോ, നമ്മളിങ്ങനെ തൊട്ട് ഇത് കണ്ടോ, ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ അത് മാറുവേ. അപ്പോൾ എന്തായാലും ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് പറിച്ചെടുക്കാം. അപ്പോൾ പറയുന്നേ നന്നായിട്ട് താത്തി അത് മുറിച്ചെടുക്കാം. അപ്പം ഇത് തോരൻ വെക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതെടുക്കട്ടെ അപ്പം മതിയല്ലേ? ഇതോ ആണോ, മതിയല്ലോ, ഇതെടുക്കാവോ? അപ്പോൾ ഒന്നും കാണത്തില്ല ഇത്. അപ്പോൾ പറയുന്നത് ഇത് മുഴുവനും കൊണ്ടുപോയിക്കോളാൻ. ഏതായാലും ഞാനിത് മുഴുവൻ പറിച്ചെടുത്തു കേട്ടോ. ഇത് മുട്ട അടിച്ചു. നിങ്ങളൊന്നും പറയരുത് കേട്ടോ, ഇത് എൻ്റെ സ്വന്തം ഇഷ്ടമല്ല. അപ്പോൾ പറഞ്ഞിട്ടാണേ. തൈ വേണം കുത്തിപ്പൊടിച്ചെടുക്കാൻ. എന്നാ ഇതിൻ്റെ തൈയും കൂടെ കൊണ്ടുപോയി നടാം. തൈ നട്ട് കഴിഞ്ഞൊന്ന് പിടിച്ച് കിട്ടുവാണെങ്കിൽ പിന്നെ ചീരച്ചേമ്പ് തോരൻ വെക്കുവോ കറി വെക്കുവോ ഒക്കെ വേണമെങ്കിൽ ഇതെടുത്താൽ മതിയല്ലോ. ഞങ്ങളിവിടെ രാവിലെ വന്നതാ കേട്ടോ. രാവിലെ വന്നു, കാപ്പൂടിയെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ ഊണെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പതുക്കെ പറമ്പിലോട്ട് ഇറങ്ങിയത്. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അപ്പം അതിനകത്ത് എല്ലാം അപ്പയ്ക്ക് നടാൻ പറ്റുന്ന എല്ലാം നട്ടിട്ടുണ്ട്. കിളിക്കത്തില്ലേ? അത് കിളുക്കുമായിരിക്കും, ചെറിയൊരു ഇതുണ്ടല്ലോ. ഞാനത് പറിച്ചെടുത്തില്ല, കാരണം ഞാൻ പറിച്ചെടുത്ത് അത് മുഴുവൻ പോകും എന്നുള്ളത് കൊണ്ട്. നട്ടമല്ലേ ഇത്, കുറച്ച് മാറ്റി നട്ടിരുന്നതല്ലേ. ദേ ചീരച്ചേമ്പിൻ്റെ തൈയും കിട്ടി. അപ്പം നമുക്കിനി ഇത് കൊണ്ടുപോയി നടുകയും വേണം, അതുപോലെ തന്നെ ആ ചീരച്ചേമ്പ് കൊണ്ടുപോയി ഒരു കറിയാക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ കാണിക്കാവേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.